ഒരു ആക്ടർ ലെൻസിനെ പറ്റി അറിയണ്ട, ഒരു ഡയറക്ടർ അഭിനയിക്കേണ്ട. എൻ്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഒരു ആക്ടർ ഒരു ഡയറക്ടറിന്റെ ആക്ടർ ആവണം, ഒരു സിനിമാറ്റോഗ്രാഫറിന്റെ ആക്ടർ ആവണം, സൗണ്ട് എഞ്ചിനീയറിന്റെ ആക്ടർ ആവണം. ഭയങ്കര ഒരു ക്യാമറാഡറി എല്ലാവരുമായിട്ടും വെക്കേണ്ട ഒരാളാ ആക്ടർ എന്ന് പറയുന്ന ആൾ. അപ്പം അതാണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതൽ ഇവര് മനസ്സിലാക്കേണ്ട ഒരു ഐറ്റം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ പ്രോസസ്സ് ശരിക്കും എല്ലാ ആക്ടേഴ്സും മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഭാവാഭിനയം പ്രകടിപ്പിക്കേണ്ട തരത്തിലുള്ള വർക്ക്ഷോപ്പ് ഒന്നും അല്ലാതെ ടെക്നിക്കലി ഒരു സിനിമ സെറ്റിൽ പോയി നിന്ന് എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെയാണ് ആ എൻവയോൺമെന്റ് നമ്മളെ കൊണ്ട് പ്ലേസ് ചെയ്യേണ്ടേ എന്നുള്ളത് പഠിപ്പിക്കാനാണ്. ലെറ്റ്സ് ഞാൻ ഒരാളെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. ഞാൻ അങ്ങനെ ഒബ്സർവ് ചെയ്ത്, ഞാൻ കുറെ അഡ്വർടൈസ്മെന്റ് ഷൂട്ട് നടക്കുന്ന സെറ്റിലൊക്കെ പോയി ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളും ഒക്കെയാണ് ബേസിക്കലി നോളജ് ആയിട്ട് കൊണ്ടു നടക്കുക. ഒരു ആക്ടറിനെ അങ്ങനെ പ്ലേസ് ചെയ്താൽ കുറച്ചും കൂടെ അയാൾക്ക് മനസ്സിലാവും. അതായത് ഇങ്ങനെയാണ് നിൽക്കണ്ടേ, ക്യാമറ ഇപ്പോൾ എവിടെയാണ്, എല്ലാത്തിനും. ഇപ്പം എല്ലാവരും പറയില്ലേ, ഇപ്പം ഒരു ആക്ടർ ലെൻസിനെ പറ്റി അറിയണ്ട, ഒരു ഡയറക്ടർ അഭിനയിക്കേണ്ട. ഇപ്പം റീസെൻ്റ്ലി ഞാൻ കണ്ടു, ഓരോരുത്തരുടെ വ്യൂ ആയിരിക്കാം, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആക്ടർ. അപ്പം ഞാൻ എൻ്റെ ആക്ടേഴ്സിനെ എന്താ വേണ്ടതെന്ന് കറക്റ്റായിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ധൈര്യമുള്ള ഒരാളാണ്. ഈ ഫ്രാഗ്രൻസ് ഉണ്ടാവുമല്ലോ, ഇവന് ഈ ഫ്രാഗ്രൻസ് കിട്ടിയിട്ട് ഇങ്ങനെ തിരിഞ്ഞു അതിപ്പോ ഇൻ കേസ് ഇപ്പൊ അവര് അതിലും ഗംഭീരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഐ എം ഹാപ്പി. പക്ഷെ ഞാൻ എഴുതി വെച്ച കഥയ്ക്ക് എനിക്ക് ഇത് തന്നെ വേണം എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അപ്പം അത് കിട്ടുന്നവരെ ഞാൻ എടുക്കും. അതല്ലാത്ത രീതിയിലുള്ള ഒരു മെന്റൽ ടോർച്ചർ ഒന്നും അങ്ങനെ ഒന്നും കൊടുക്കാതെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്.